എന്തിന് ഹലോ അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന് മുമ്പ് ഞാൻ ഒരു പുഡിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറേ സംശയങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിൽക്കുന്ന പുഡിങ്ങിന് എത്രയാണ് റേറ്റ്, പിന്നെ അതുപോലെ മെഷർമെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് സംശയങ്ങൾ പുഡിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പൊ അതിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റിയൊരു വീഡിയോ തന്നെയാണ് കേട്ടത്. അപ്പൊ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. എന്നാലാണ് അത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടുക. അപ്പൊ പുഡിങ് ഉണ്ടാക്കുന്നതിൽ കുറേ സംശയങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ മാറ്റി തരാം. പിന്നെ ഞാനിപ്പോ ഇതിൽ 2 പുഡിംഗ് റെസിപ്പി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ പുഡിംഗ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. കരിക്കോണ്ട് തന്നെയാണ് കേട്ടോ. സാധാരണ കരിക്ക് പുഡിങ്ങും പിന്നെ കരിക്കിന്റെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു പുഡിങ്ങുമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൈന ഗ്രാസ് വേണം കേട്ടോ. ഞാനിപ്പോ 100 ഗ്രാമിന്റെ പാക്കറ്റാണ് വാങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 ഗ്രാം അപ്പൊ എങ്ങനെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ 10 ഗ്രാമിന്റെ പാക്കറ്റ് ഒക്കെ സാധാരണ വാങ്ങലുണ്ടല്ലോ. അപ്പൊ അതിൽ ഇത്ര പോലെ പീസാട്ടോ ഉണ്ടാവുക. അപ്പൊ ആ ഒരു കണക്കിൽ നമ്മൾ മുറിച്ചെടുത്താൽ മതി. അപ്പൊ 10 ഇതുപോലത്തെ പീസാക്കി മുറിച്ച 100 ഗ്രാം ആയല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യലുള്ളത്. അപ്പൊ നമ്മൾ 2 പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 ഗ്രാമിന്റെ 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ആദ്യം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യല്. അപ്പൊ ടെൻഡർ കോക്കനട്ട് പൾപ്പ് വെച്ചിട്ടുള്ള പുഡിങ്ങിനും ഞാൻ സാധാരണ ടെൻഡർ കോക്കനട്ടിന്റെ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് പിന്നെ സോക്ക് ചെയ്യല്. പക്ഷെ ഇന്ന് ഞാൻ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിംഗ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം തികയണല്ലോ. അതായത് കരിക്കിന്റെ വെള്ളം തികയാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ സാധാരണ ഞാനിപ്പോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സാധാ വെള്ളത്തിൽ തന്നെയാണ് ഈ ചൈന ഗ്രാസ് ഒന്ന് കുതിർക്കാൻ വെക്കുന്നത്. കാരണം നമ്മൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ 2 കരിക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഒരു കരിക്കത്തെ വെള്ളം നമുക്ക് ഇനിയിപ്പോ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി എടുത്താൽ ചിലപ്പോൾ തികയാതെ വന്നാലോ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ചൈന ഗ്രാസ് എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിത് കുതിർക്കാൻ വേണ്ടി ഒഴിക്കല്. അപ്പൊ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് സോക്ക് ആവട്ടെ. അപ്പൊ മറ്റിലേക്ക് നമുക്ക് കരിക്കിന്റെ വെള്ളം എടുത്ത് ഒഴിച്ചു നോക്കട്ടെ. 1 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ കരിക്കിന്റെ വെള്ളം ഒന്ന് എടുക്കട്ടെ. അപ്പൊ നമ്മള് കരിക്കിന്റെ വെള്ളം ഉപയോഗിച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ചൈന ഗ്രാസ് കുതിർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കരിക്ക് വെള്ളമാണ് കേട്ടോ നമ്മള് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ പിന്നെ നല്ല കരിക്കിന്റെ ഫ്ലേവർ കിട്ടിക്കോളും. അപ്പൊ അത് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കരിക്ക് വെട്ടിക്കൊടുന്നു കേട്ടോ. അപ്പൊ കരിക്ക് ഒന്ന് നല്ലോണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൂത്തിക്കണു. ഒന്ന് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളയതുമാണ് കേട്ടോ. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ളത് പൾപ്പ് ഉപയോഗിച്ചിട്ടുള്ള പുഡിങ്ങിനും പിന്നെ കുറച്ച് മൂത്ത പോലെ ഉള്ളതുണ്ടല്ലോ അത് നമ്മള് കരിക്ക വെള്ളത്തിന്റെ പുഡിങ് ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പൾപ്പൊന്ന് എടുക്കാം. പിന്നെ കരിക്കരക്കുമ്പോ കരിക്കിന്റെ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ മിക്സിയിൽ ഇറക്കാന്. അല്ലാതെ വെള്ളം ഒന്ന് ചേർത്ത് അരച്ചേക്കരുത്. ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ കരിക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാന്. അപ്പൊ നമുക്ക് ആദ്യം ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. ഈ കരിക്കിന്റെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള പുഡിങ്ങിന് ആകെ 3 ചേരുവകൾ മതി കേട്ടോ. ഒന്ന് ടെൻഡർ കോക്കനട്ടിന്റെ വെള്ളം, പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും ചൈന ഗ്രാസും. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കരിക്കിന്റെ ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് എളുപ്പമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം കരിക്കിന്റെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. പൾപ്പ് രസമാണ്. പക്ഷെ എനിക്കെന്തോ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിങ്ങിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അത് ആദ്യം ഉണ്ടാക്കാം. ചൈന ഗ്രാസ് മെൽറ്റായി കഴിഞ്ഞാൽ ഇനി അതിലേക്ക് കരിക്കിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതായത് നമ്മളിപ്പോ 10 ഗ്രാം ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ടാണല്ലോ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇനി 2 കപ്പ് ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കണ്ട. കാരണം വെള്ളത്തിന്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ടെൻഡർ കോക്കനട്ട് വാട്ടറും അതുപോലെ പഞ്ചസാര ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്താൽ നമ്മളെ
എന്താ പറയാ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിങ്ങിന്റെ ആ ഒരു മിക്സ് ശരിയായി കിട്ടും കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാന്. അപ്പൊ നമുക്ക് ഇനി ആദ്യം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പൊ കണ്ടോ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് കരിക്കിന്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലൊന്നും ചേർക്കാത്തോണ്ട് തന്നെ ചൈന ഗ്രാസ് ചേർത്തതിലേക്ക് മെൽറ്റ് ആക്കിയതിലേക്ക് ചേർത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 കപ്പോളം ചേർക്കാം കേട്ടോ. പിന്നെ നല്ല മധുരം വേണ്ടവർക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മളെ പുഡിങ്ങിന്റെ മിക്സ് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പൊ പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പുഡിങ് ഗാർണിഷ് ചെയ്യാനുള്ള കരിക്ക് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചില്ല. ഇപ്പൊ ചൂടോട് കൂടി തന്നെയാണ് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പിന്നെ തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റ് ആയിക്കോളും. നമ്മളെ പുഡിങ് ഒന്ന് തണുക്കണം, അതായത് റൂം ടെമ്പറേച്ചർ ആവണം, എന്നിട്ടാണ് ഫ്രിഡ്ജിക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. അപ്പൊ നമ്മൾ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എത്രയൊക്കെയാണ് താത്ത പുഡിങ് വിൽക്കാറുള്ളത്. അതായത് ഞാനിപ്പോ സാധാ ടൈപ്പ് പുഡിങ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപക്കാണ് കേട്ടോ. അതായത് പിന്നെ കാറ്ററിംഗ് സർവീസുകാർക്ക് കൊടുക്കൽ 500 രൂപക്കാണ്. പിന്നെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് അതായത് ഗാർണിഷിങ്ങും അതുപോലെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ 700-നാണ് കൊടുക്കല്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിനനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് തീരുമാനിക്കുക. അപ്പൊ നിങ്ങള് പുഡിംഗ് ഒക്കെ സെയിൽ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും ക്വാണ്ടിറ്റിക്കും മാർക്കറ്റിങ്ങിനും ഒക്കെ അനുസരിച്ച് വില നിശ്ചയിക്കാൻ. അപ്പൊ നമ്മളെ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൾപ്പ് ഉപയോഗിച്ചിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് താത്ത എത്ര പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കല്. ഇന്നിപ്പോ ഞാൻ സാധാരണ നമ്മളെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കാണ് കേട്ടോ പുഡിംഗ്. അപ്പൊ നിങ്ങൾക്ക് പുഡിങ്ങിന്റെ റെസിപ്പി കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കൊടുക്കുന്ന പുഡിംഗ്, അതായത് കാറ്ററിംഗ് സർവീസിന് കൊടുക്കുന്ന പുഡിങ്ങിന്റെ ട്രേ ഓൾത് ഒരു പാകത്തൊരു പുഡിങ്ങിന്റെ ട്രേ ആണ് കേട്ടോ. അപ്പൊ അതിലേക്ക് 1.5 പാക്കറ്റ് പാലാണ് നമ്മളൊരു ട്രേയിലേക്ക് ഉപയോഗിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുക. അതായത് 1 കരിക്കും മതി. പക്ഷെ ഞാനിപ്പോ സ്വന്തമായിട്ട് വാങ്ങിച്ച ട്രേ കുറച്ച് വലുതാണ് കേട്ടോ. അപ്പൊ എനിക്ക് എങ്ങനെയാണെങ്കിൽ 2 പാക്കറ്റ് പാല് വേണ്ടി വരും. നല്ല അത്യാവശ്യം നല്ല കാമ്പുള്ള കരിക്കൊക്കെ ആണെങ്കിൽ 1 കരിക്ക് മതി. പിന്നെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർക്കും കേട്ടോ. അതൊക്കെ നമ്മൾ അങ്ങനെ അളവിനനുസരിച്ച് ചേർക്കുക. ഇനിയിപ്പോ ഞാനിവിടെ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഒരു അളവ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ എത്രയാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുമല്ലോ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് കുറെ പുഡിംഗ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1 പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ടും 2 പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ടും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ കറക്റ്റ് മെഷർമെന്റ് പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഒരു പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ഒരു സുമാർ അങ്ങോട്ട് ചേർക്കാക്കരം. അപ്പൊ നമുക്ക് ഇനി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് കരിക്ക് പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. അതും എളുപ്പമാണ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ പുഡിങ്ങില് ഏറ്റവും ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കരിക്ക് പുഡിങ് തന്നെയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം കരിക്ക് പുഡിംഗ് ആണ്. പിന്നെ അതുപോലെ ക്യാരറ്റ് പുഡിങ്ങും നല്ല ടേസ്റ്റ് ആണ്. ചോക്ലേറ്റ് ഒക്കെ പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടം ഉണ്ടാവും. അപ്പൊ പുഡിങ് പല തരം പുഡിങ് ഉണ്ട്, എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാൻ വെക്കുന്ന അതേ സമയം തന്നെ പാല് ചൂടാക്കട്ടോ. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് നമ്മൾ ചൈന ഗ്രാസ് പാലിലേക്ക് ചേർക്കുമ്പോൾ ചൈന ഗ്രാസ് പിരിയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് ചൈന ഗ്രാസിന്റെയും പാലിന്റെയും ചൂട് ഒരുപോലെ ഇരിക്കണം കേട്ടോ. പിന്നെ ഞാൻ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ സാധാരണ പാൽ തിളപ്പിക്കാറില്ല കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ പാലിന്റെ ടേസ്റ്റ് മാറുമല്ലോ. അപ്പൊ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുക. അതായത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കും. പിന്നെ അതുപോലെ ചൈന ഗ്രാസ് തിളച്ച് കഴിഞ്ഞാൽ അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ആക്കി എടുക്കേണ്ട നല്ലത്. അപ്പൊ നമ്മള് പാലിക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ട് ചേർക്കുമ്പോൾ രണ്ടും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ പിന്നെ പിരിയൊന്നുമില്ല. എന്റെ ആകെ 1-2 പ്രാവശ്യം ഞാൻ എത്രയോ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ നമ്മള് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ എക്സ്പീരിയൻസിലൂടെ ഓരോ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ പഠിച്ചിട്ടുള്ള അറിവാണ്. അല്ലാതെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടറിവ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ ചിലപ്പോ അങ്ങനെ ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ തീ കുറച്ച് വെച്ചാൽ മതി ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാൻ വെക്കുമ്പോൾ തിളച്ചതിന് ശേഷം. അപ്പൊ പാല് ചൂടായിട്ട് പഞ്ചസാരയും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ
മിക്സ് ചെയ്തിട്ട് അത് മെൽറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ പൾപ്പും ചേർക്കുക. എന്നിട്ട് പിന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ആയത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിരിയില്ല. ചൈന ഗ്രാസ് പിന്നെ മെൽറ്റ് ആയത് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. നല്ല പോലെ മെൽറ്റ് ആയിട്ട് വേണം പാലിലേക്ക് ചേർക്കാന്. അപ്പൊ കണ്ടോ, ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത്. 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കുക, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. പാല് ചൂടായതിനു ശേഷം തീ കുറച്ച് വെച്ചിട്ടോ. എന്നിട്ടാണ് ഇപ്പോ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്തത്. ഇനി ജസ്റ്റ് ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കരിക്കിന്റെ പൾപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, ചൈന ഗ്രാസ് ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ. തിളച്ചപ്പോ തന്നെ ഞാൻ തീ കുറച്ച് വെച്ചു. ഇപ്പൊ ഏകദേശം ഇങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളെ പുഡിംഗ് മിക്സ് ഒക്കെ റെഡി ആകുമ്പോഴത്തേന് ഈ ചൈന ഗ്രാസ് കണ്ടോ അധികം ടെമ്പറേച്ചറിൽ ഇല്ലാതെ കണ്ടോ കുറഞ്ഞ തീയിൽ തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളിത് പാലൊക്കെ ചേർക്കുമ്പോൾ ഒരിക്കലും പിരിയില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണോണ്ട് തന്നെ ഇളക്കാനൊക്കെ ഒരു ടൈമൊന്നും കിട്ടുന്നില്ലല്ലോ, വീഡിയോ എടുക്കണം ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു കട്ട കെട്ടിയ പോലെ, കുഴപ്പമില്ല. അപ്പൊ കണ്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പൊ തീ കുറച്ച് വെച്ചപ്പോ ഇനി കുഴപ്പമില്ല. ഇനി ഇതേ ടെമ്പറേച്ചറിനേക്ക് നമ്മളെ പാലും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പാല് പിരിയില്ല കേട്ടോ ചൈന ഗ്രാസ് ചേർക്കുമ്പോ. കണ്ടോ, ഇപ്പൊ പഞ്ചസാര മെൽറ്റ് ആവണ വരെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആവും, ഒന്ന് തീ കൂട്ടിയേക്കാം. മെൽറ്റ് ആവും കിട്ടുന്ന വരെ മാത്രം. ഒരിക്കലും പാല് നന്നായിട്ട് തിളപ്പിക്കരുത് കേട്ടോ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ. അപ്പൊ പുഡിങ്ങിന്റെ ടേസ്റ്റ് കിട്ടൂല. അപ്പൊ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പൊ ചെറിയ തരിതരികൾ കൊണ്ട് ഇടാവും കൂടി ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ പാല് തിളക്കാൻ സമ്മതിക്കരുത്. ഇനി കണ്ടോ, ഇനി നമുക്ക് കരിക്കിന്റെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൾപ്പ് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് പഞ്ചസാര ഒന്ന് നോക്കട്ടോ, മധുരം ഉണ്ടോ എന്നില്ലെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ അതുപോലെ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കരിക്കിന്റെ പൾപ്പ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടോ, ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ആക്കി ഇതിലേക്ക് ചേർക്കാം. അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, പാത്രത്തിൽ നിറച്ചുണ്ട്, അതൊക്കെ നമ്മൾ ഒന്ന് വടിച്ചിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കണം. ഇനി ഒന്ന് മിക്സ് ആക്കിയാൽ മതി. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് ഇങ്ങനെ പാല് തിളപ്പിക്കൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ പിരിയ. കണ്ടോ, അപ്പൊ ഇത് പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ചൈന ഗ്രാസ് പിന്നെ നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പൊ പിന്നെ തിളപ്പിക്കേണ്ടി വരൂലല്ലോ. മെൽറ്റ് ആക്കാത്ത ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുമ്പോഴൊക്കെയാണ് പിരിയ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചൊരിക്കലും പാല് പിരിയില്ല. പിന്നെ നമ്മള് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പാല് പിരിഞ്ഞു പോയാൽ ഭയങ്കര വിഷമം തന്നെയാണ്, അത്രയും സാധനങ്ങൾ ചെലവാക്കിയിട്ടില്ലേ. പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ കഴിക്കാൻ. പാല് പിരിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കിയ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ചൈന ഗ്രാസും പുഡിംഗ് മിക്സും റെഡി ആയിട്ട് കിട്ടും. പുഡിങ്ങിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുമ്മിള ഒന്ന് എടുത്ത് കളയാണ് കേട്ടോ. അപ്പൊ നമ്മളെ കരിക്കിന്റെ പൾപ്പ് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള പുഡിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ ഈ തണുത്തതിന് ശേഷം ഭംഗിക്ക് വേണ്ടി ഗാർണിഷ് ചെയ്യുള്ളൂ ചെയ്യണത്. നിറച്ച് നമ്മൾ സെയിൽ ചെയ്യാനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കരിക്ക് ചെറിയ പീസായി കട്ട് ചെയ്തത് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. നാളെ അതിന്റെ ഉള്ളിലേക്ക് പോവുക. ഞാൻ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും അതുപോലെ ഏത് പുഡിങ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കാറ്ററിംഗ് സർവീസിൽ കൊടുക്കുമ്പോൾ മുകളിൽ അവർക്ക് ഗാർണിഷിങ് ആവശ്യമില്ല. നമ്മൾ എന്താണ് പുഡിങ് ഉണ്ടാക്കുന്നത് അതിന്റെ ചെറിയ പീസ് തന്നെ നമ്മൾ പുഡിങ്ങിന്റെ ഉള്ളിൽ വേണം അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടോടുകൂടി തന്നെ അതിലേക്ക് പീസസ് ഇട്ട് കൊടുക്കും, സെറ്റ് ആവണീന്റെ മുമ്പ് തന്നെ. അല്ലെങ്കിൽ പിന്നെ മുകളിലാണല്ലോ നിൽക്കുക. അപ്പൊ അത്ര ഉള്ളൂ ഈ പുഡിങ്. പിന്നെ ഞാനിപ്പോ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ ചെറിയൊരു പാക്കറ്റാണ്. സെയിൽ ചെയ്യുമ്പോൾ നമ്മള് 3 പുഡിങ് ഒക്കെ ആവുമ്പോ പിന്നെ കുറെ പാൽ ഉപയോഗിക്കലുണ്ട്. 2 ട്രേ പുഡിങ് ഉണ്ടാക്കാൻ 3 പാക്കറ്റ് പാലാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു ട്രേ പുഡിങ് എത്ര ആളുകൾക്ക് കഴിക്കാണ്ടാവാന്ന് ഓരോരുത്തർ ചോദിച്ചിന്. അപ്പൊ ഞാൻ സെയിൽ ചെയ്യുന്ന ആ പുഡിങ്ങിന്റെ കണക്കനുസരിച്ച് ഒരു ട്രേ 30 ആൾക്ക് തിന്നുന്നാണ് കേട്ടോ ഒരു പറയുന്നത്. നമുക്ക് ഇതിന്റെ കണക്കൊന്നും കറക്റ്റ് ആയിട്ടില്ല. ഒരു പറയുന്നത് ഒരു ട്രേ 30 ആൾക്ക് കഴിക്കാന്നാണ്. അപ്പൊ ആ ഒരു അളവിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ പുഡിങ് ഉണ്ടാക്കുന്നപ്പോ ഞങ്ങളൊരു ഫാമിലിക്ക് 2 നേരമൊക്കെ കഴിക്കാം ഇഷ്ടം പോലെ. അതായത് 10 പേർക്കൊക്കെ ഈ ഒരു പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ട് പുഡിങ് ഉണ്ടാക്കിയ കഴിക്കാട്ടോ. അപ്പൊ ശരിക്കും 2 ടെൻഡർ കോക്കനട്ട് ഉണ്ടെങ്കിൽ 2 തരത്തിൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കാം. പൾപ്പിന്റെ പുഡിങ് ഉണ്ടാക്കാം, അതുപോലെ വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള പുഡിങ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കോണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിങ്ങും അതുപോലെ പൾപ്പിന്റെ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതിപ്പോ വ്ളോഗ് പോലെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റ് മെഷർമെന്റ് കിട്ടിയില്ലെങ്കിലോ. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പുഡിങ് കുറച്ചൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 റൂം ടെമ്പറേച്ചർ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇനി കഴിക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ കുറെ ആളുകൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായില്ലേ പുഡിങ്ങിനെ കുറിച്ച്. അപ്പൊ അതൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്താന്ന് വെച്ചാല് പാല് പിരിയുന്നതാണല്ലേ മെയിൻ പ്രശ്നം. അപ്പൊ നമ്മള് പാല് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാനും പായസം ഒക്കെ ഉണ്ടാക്കാനും വേണ്ടിട്ട് പാല് കാച്ചുമ്പോ കറി ഉണ്ടാക്കിയ പാത്രത്തിലൊന്നും ഒരിക്കലും പാല് കാച്ചരുത് കേട്ടോ. ഈ പാല് കാച്ചാൻ അതുപോലെ പുഡിംഗ് ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനൊക്കെ നമ്മള് വീട്ടില് വേറെ തന്നെ പാത്രം വെക്കണം. അല്ലാത്ത പാത്രത്തിലൊക്കെ നമ്മൾ പാല് കാച്ചുമ്പോഴാണ് ഒന്നാമത് പാല് പിരിയുക. പിന്നെ ചൈന ഗ്രാസ് ഞാൻ ചേർക്കുന്ന രീതി പറഞ്ഞല്ലോ, അങ്ങനെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ചൈന ഗ്രാസ് പാലൊക്കെ ചേർക്കുമ്പോൾ പാല് പിരിയൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലുള്ള അതുപോലത്തെ ട്രേ ഒന്നും വേണമെന്നില്ല. നമുക്ക് ചെറിയ ചെറിയ ബൗളുകളിലും ഗ്ലാസ്സിലൊക്കെ പോയി പുഡിംഗ് മിക്സ് ഒഴിച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കാം. പിന്നെ ട്രേയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് പുഡിംഗ് കൊടുക്കുമ്പോൾ അവരിത് എന്താ 30 പേർക്ക് കഴിക്കാലോ ഒരു ട്രേ. അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുക. പിന്നെ ഞാനിപ്പോ കാറ്ററിംഗ് സർവീസിന് പുഡിംഗ് കൊടുക്കലുണ്ടല്ലോ, ഒരു ഐസ്ക്രീമിന്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. ഒരു ബൗള് ഐസ്ക്രീം എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ പുഡിംഗ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫ്രൂട്ടിന്റെ പുഡിംഗ് ആണ് കൂടുതൽ സെർവ് ചെയ്യാം. അപ്പൊ ഐസ്ക്രീമും ഇതുപോലെ കരിക്ക് പുഡിംഗ് അതുപോലെ ചിക്കു ഒക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആക്കണം. അപ്പൊ ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുന്നു കേട്ടോ. ഐസ്ക്രീമും പുഡിംഗ് ചെറിയ പീസായി കട്ട് ചെയ്തതും അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. അപ്പൊ ഇത് സെറ്റ് ആയിട്ട് കാണിച്ചു കേട്ടോ. എന്തിന് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കൊറേ കാലം ക്ലാസ്സിലിരിക്കാതെ കുടിയിരുന്നിട്ട് അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങൾ. ഋഷു എന്താ ചാവി തിന്നോണ്ടിരിക്കേ? എന്തൊക്കെയാ എന്റെ വിശേഷങ്ങൾ? മമ്മ കുടിക്ക് പോയിട്ട് എന്തിപ്പോ പോന്നു? രാത്രി പഠിപ്പിച്ച പുസ്തകം വരൂലേ അതിന്. അത് ശരി തന്നെ. അപ്പൊ പുഡിങ് ഉണ്ടാക്കിക്കണ്, അത് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ പുഡിങ് ഞം 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 തിന്നല്ലേ. ഋഷു ഇല്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര ബോറടി ആയിരുന്നു. ഞാൻ മാത്രമേ ഇനി ഋഷു തറവാട്ടിക്കും പോയിക്കേനും മോള് ട്യൂഷനും പോയിക്കേനും. അപ്പൊ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ആപ്പിളാണ് വീഡിയോ എടുത്തത്. ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ 2 ആളും എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ പുഡിംഗ് ഒക്കെ ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാന് നമ്മളെ കരിക്ക് പുഡിംഗ് ഉണ്ടല്ലോ പൾപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയത്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം കാണാനൊരു ഭംഗിക്ക് വേണ്ടി. നീ ചൊർക്കില്ല അതിനമ്മ ചൊർക്ക് കൂട്ടും, അതാണ് അമ്മയുടെ ഉദ്ദേശം. അടിപൊളിയായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പൊ നമ്മളെ പുഡിംഗ് ഇവിടെ 2 റെഡി ആയി കഴിഞ്ഞ് തിന്നാൻ മാത്രം മതി കേട്ടോ. അതാ എന്റെ ഫേവറേറ്റ് ഇതാണ്, വാട്ടർ പുഡിംഗ് ആണ്. ടെൻഡർ കൊക്കനട്ട് വാട്ടർ പുഡിംഗ് കണ്ടോ. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, കരിക്കിന്റെ നല്ല ഫ്ലേവർ ആണ്. എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞത് ഈ പുഡിംഗ് ആണ് ഇഷ്ടം. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചക്കക്കൂട്ടാൻ കിട്ടിയാ മരി ചെറുക്കതാ പുഡിംഗ്. അപ്പൊ 2 കരിക്കുണ്ടെന്നുണ്ടെങ്കിൽ 2 തരം പുഡിംഗ് ഉണ്ടാക്കാട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി 2 പുഡിംഗും. പിന്നെ ഇതാണ് എന്റെ ഫേവറേറ്റ്. പക്ഷെ കുട്ടികൾക്കും ഇക്കാസൊക്കെ അല്ല എല്ലാ ആളുകൾക്കും ഈ പൾപ്പ് ചേർത്ത പുഡിങ്. എനിക്ക് എന്താ ഇതിനോടാണ് കൂടുതൽ ഇഷ്ടം. കണ്ടോ നല്ല വെള്ളത്തിന്റെ പുഡിങ്, നല്ല ജെല്ലി പുഡിങ് പോലെയാണ് ഇതിരിക്കണേ. അപ്പൊ നമ്മളെ പുഡിങ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പൊ ഒത്തിരി സംശയങ്ങളൊക്കെ അതിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ. അപ്പൊ അതിന്റെ സംശയങ്ങളൊക്കെ മാറ്റാനുള്ള ഉത്തരങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പൊ മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.